ഭാഷാസ്നേഹികൾ ചൊവ്വാഴ്ച സംസ്കൃത ദിനം ആഘോഷിച്ചു. ശ്രാവണ മാസത്തിലെ വെളുത്ത വാവാണ് സംസ്കൃത ദിനമായി ആഘോഷിക്കുന്നത്. പ്രാചീന കാലത്ത് ഗുരുകുല സമ്പ്രദായത്തിൽ അധ്യയനം ആരംഭിച്ചിരുന്നത് ശ്രാവണ പൂർണിമ ദിനത്തിലായിരുന്നു. ആയിരത്തി 1969 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ സംസ്കൃത ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. ഉത്തരാഞ്ചലിന്റെ രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷയാണ് സംസ്കൃതം. ഇന്ത്യയിലെ 5 ഗ്രാമങ്ങളിലാണ് സംസ്കൃതം സംസാര ഭാഷയായിട്ടുള്ളത്. കർണാടകയിലെ മാത്തൂർ ഷിമോഗ, രാജസ്ഥാനിലെ ഗനോഡ, മധ്യപ്രദേശിലെ ചിരി, മൊഹത്, ബഘുവാര എന്നീ ഗ്രാമങ്ങളിലാണ് സംസ്കൃതം സംസാര ഭാഷയായി ഇന്നും തുടരുന്നത്. അറിവിന്റെയും ആത്മീയതയുടെയും മുഖമുദ്രയാണ് സംസ്കൃത ഭാഷയെന്ന് പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപിക ഡി പ്രമീളകുമാരി പറഞ്ഞു. നാടിനെയും മണ്ണിനെയും വെണ്ണിനെയും വെയിലിനെയും വെള്ളത്തെയും വിറ്റ് കാശാക്കുന്ന ധാർമ്മിക അധപ്പതനം വന്ന മനുഷ്യ സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകും. വരും തലമുറ ആത്മീയതയുടെയും സംയമനത്തിൻ്റെയും അതുപോലെ വിശുദ്ധിയുടെയും ഉടമകളായി അറിവും വിജ്ഞാനവുമുള്ളവരായി വളർന്നു വരും. അതിന് നിങ്ങളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് തലത്തിലും വിദ്യാലയ തലത്തിലും വേണ്ടുന്ന ഒരുക്കങ്ങൾ നടന്നു വരുന്നതിൻ്റെ മുന്നോടി കൂടിയാണ് ദിനാഘോഷത്തിൻ്റെ പിന്നെ ഉള്ളത്. സംസ്കൃത ഭാഷ ഭാരത സംസ്കാരത്തിന്റെ ജീവനാഡിയാണ്. സംസ്കൃതത്തിന് കൂടുതൽ പ്രചാരം നൽകുകയാണ് സംസ്കൃത ദിനാചരണത്തിന്റെ ലക്ഷ്യമെന്ന് പുനലൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകൻ ടി.എ. ഷാജി പറഞ്ഞു. ആർഷഭാരത സംസ്കാരത്തിന്റെ അച്ചാണിയാണ് സംസ്കൃത ഭാഷ. ഈ ഭാഷയുടെ പോഷണമാണ് സംസ്കൃത പ്രേമികളായ ജനങ്ങൾ സംസ്കൃത ഭാഷയുടെ ഉന്നമനത്തിനു വേണ്ടി അതിൻ്റെ ശ്രേയസ് എങ്ങും പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ഈ ശ്രാവണ പൗർണമി ദിനം സംസ്കൃത ദിനമായി ആചരിച്ചു വരികയാണ്. ദേവഭാഷയെങ്കിലും സംസ്കരിക്കപ്പെട്ടതെങ്കിലും സംസ്കൃതത്തിന്റെ പ്രചാരം കുറയുകയാണ്. തമിഴിൽ നിന്ന് ജനിച്ച മലയാളത്തിനും സംസ്കൃതം നിരവധി വാക്കുകൾ സംഭാവന ചെയ്തിട്ടുണ്ട്. നിലനിൽക്കപ്പെടേണ്ടതെങ്കിലും സ്വയം അറിയാതെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സംസ്കൃതം ദിനാചരണങ്ങളിലൂടെയെങ്കിലും നിലനിൽക്കണം. ന്യൂസ് ബ്യൂറോ, പുനലൂർ.